ഇവിടം സഞ്ചാരികളുടെ പേടി സ്വപ്നം. സുമതി വളവ്. തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലും മൂടുന്ന മലയോര ഗ്രാമത്തിലേക്കായിരുന്നു യാത്ര. കാമുകന്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞ ഒരു പെണ്ണുണ്ടവിടെ, സുമതി. കാട്ടിൽ അവളുടെ പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ആ കൊടും വളവിനെക്കുറിച്ച് തിരുവനന്തപുരത്തെ ജീവിതം തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നതാണ്. അങ്ങനെയാണ് ഇത്തവണത്തെ യാത്ര അങ്ങോട്ടാക്കുന്നത്. ഈ ദുർമരണം സംഭവിക്കുന്ന ജീവകാലങ്ങളിൽ മനുഷ്യൻ മാത്രാണോ പ്രേതായി മാറുക എന്ന ചിന്ത യാത്ര തുടങ്ങുമ്പോൾ മുതൽ ഒപ്പമുണ്ടായിരുന്നു. കാരണം വായിച്ചും കേട്ടുമുള്ള കഥകളൊക്കെയും അങ്ങനെയായിരുന്നു. ഉറുമ്പും കൊതുകും പാറ്റയും കൃമിയും ഉൾപ്പെടെ ദുർമരണം സംഭവിക്കുന്ന സകല ആത്മാക്കളും നമുക്ക് ചുറ്റും ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്നും അവർ നമ്മെ ഉറങ്ങുമ്പോൾ വന്ന് കടിക്കുന്നതാണ് രാവിലെ ഉറക്കമുണരുമ്പോൾ ദേഹത്ത് കാണുന്ന കാരണമറിയാത്ത ചൊറിച്ചിൽ പാടുകളെന്ന് ആരോ പറഞ്ഞതോർത്തപ്പോൾ ചിരി വന്നു. ഭാരതീപുരം എന്ന നോവലിൽ UR അനന്തമൂർത്തി വരഞ്ഞിട്ട ദ്വൈത സ്വഭാവത്തിന് അടിമയായ ഒരു ശരാശരി ഇന്ത്യക്കാരനെ പോലെ ഒരേ സമയം യുക്തിവാദിയും അതേസമയം ദൈവവിശ്വാസിയുമായി ഞാനും യാത്ര തുടർന്നു. തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലും മൂടുന്ന മലയോര ഗ്രാമത്തിലേക്കായിരുന്നു യാത്ര. 6 പതിറ്റാണ്ട് മുമ്പ് കാമുകന്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞ ഒരു പെണ്ണുണ്ടവിടെ, സുമതി. കാട്ടിൽ അവളുടെ പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ആ കൊടും വളവിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് ജീവിതം തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നതാണ്. അങ്ങനെയാണ് ഇത്തവണത്തെ സഞ്ചാരം അങ്ങോട്ടാക്കുന്നത്. നഗരത്തിൽ നിന്നും പേരൂർക്കട നെടുമങ്ങാട് വഴിയായിരുന്നു യാത്ര. ക്യാമറമാൻ മിൽട്ടനെ കൂടാതെ കോരിച്ചൊരിയുന്ന മഴയും തുടക്കം മുതൽ കൂട്ടിനുണ്ടായിരുന്നു. പാലോടും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രി മുതൽ കനത്ത മഴയാണെന്ന് സുഹൃത്തും പ്രദേശവാസിയുമായ അമിതിലക് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ യാത്ര മാറ്റിയാലോ എന്ന് പോലും ആലോചിച്ചതാണ്. പക്ഷേ ഒരുപാട് കാലമായി സഞ്ചാരികളുടെ ഉറക്കം കെടുത്തുന്ന സുമതി വളവിനെ കുറിച്ചുള്ള കഥകൾ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് കാറ് പാലോടെത്തി. പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞു. ഇവിടം മുതൽ റിസർവ് ഫോറസ്റ്റ് ആണ്. പതിയെ പതിയെ ചുറ്റും വന്യത വന്ന് മൂടുന്നത് നിറഞ്ഞു. മഴ ഒട്ടൊന്ന് കുറഞ്ഞിരുന്നു. റോഡ് വളവുകൾ കൊണ്ട് സമ്പന്നമായി തുടങ്ങി. ഇവിടെ എവിടെയോ ആണ് സുമതി വളവെന്ന് ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. പക്ഷെ ഏതാണ് അതെന്ന് കൃത്യമായിട്ട് അറിയില്ല. വഴികാട്ടിയായ അമി ഭരതന്നൂരിലാണ് കാത്തു നിൽക്കുന്നത്. മയിലും മൂടും പിന്നിട്ട് ഭരതന്നൂരിലെത്തി. വേണം അമിയെ ഒപ്പം കൂട്ടാൻ. ഓരോരോ വളവിലെത്തുമ്പോഴും ഇതാണോ സുമതി വളവെന്ന് സംശയമായി. പക്ഷേ ഇടയിലൊരു കൊടും വളവിൽ അറിയാതെ കണ്ണുടക്കി. നേരത്തെ കണ്ടതോ ഇനി കാണാനിരിക്കുന്നതോ ഒന്നുമല്ല, ഇത് തന്നെയാണതെന്ന് വീണ്ടും ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. മനസ്സത് ഉറപ്പിക്കുന്നത് പോലെ കൗതുകം തോന്നി. മയിലും മൂടും പിന്നിട്ട് ഭരതന്നൂരിലെത്തി. അമിയെയും കൂട്ടി തിരിച്ചു വന്നു. അവൻ ചൂണ്ടിക്കാണിച്ച ഇടം കണ്ട് കൗതുകം വീണ്ടും ഭയത്തിന് വഴിമാറി. നേരത്തെ കണ്ണുടക്കുകയും മനസ്സുറപ്പിക്കുകയും ചെയ്ത അതേ വളവായിരുന്നു അത്. 60 വർഷം മുമ്പ് ഇവിടെ വെച്ചാണ് സുമതി എന്ന ഗർഭിണി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെടുന്നത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക്. മാധവൻ ഉണ്ണിത്താൻ എന്ന വയോധികന്റെ ശബ്ദം ഉള്ളിൽ മുഴങ്ങി. മാധവൻ ഉണ്ണിത്താൻ അമ്മയുടെ അച്ഛന്റെ അച്ഛനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടുകാരിൽ സുമതിയെ നേരിൽ കണ്ടിട്ടുള്ള ഏക വ്യക്തി. ആരായിരുന്നു സുമതി? ഒരു വീട്ടുവേലക്കാരിയായിരുന്നു അവൾ. മുതലാളിയുടെ മകനെ മോഹിച്ച വേലക്കാരി. കാരേറ്റ് ഭാഗത്തായിരുന്നു സുമതിക്കുട്ടിയുടെ സ്ഥലം. കൊല്ലപ്പെടുമ്പോൾ 19-20 വയസ്സായിരുന്നു പ്രായം. വെളുത്ത് വടിവൊത്ത ശരീരം, ഒത്ത പൊക്കം, കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന മുടി, കരിനീല കണ്ണുകൾ. മാധവൻ ഉണ്ണിത്താന്റെ ഇടറുന്ന ശബ്ദത്തിന് കൗമാരത്തിന്റെ പ്രസരിപ്പ്. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. അമ്മ അരിക്കച്ചവടക്കാരി. അങ്ങനെയാണ് താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി അവളെത്തുന്നത്. വീട്ടിൽ അടുക്കള ജോലിക്കിടയിലും പഠിക്കാൻ അവൾ സമയം കണ്ടെത്തി. താണു മുതലാളിക്ക് രത്നാകരൻ എന്നൊരു മകനുണ്ടായിരുന്നു. ആ 24-കാരനുമായി അവൾ പ്രണയത്തിലായതോടെയാണ് കഥകളുടെ തുടക്കം. കൊല ചെയ്യപ്പെട്ടത് എങ്ങനെ? രത്നാകരന്റെ വിവാഹ വാഗ്ദാനത്തിൽ മയങ്ങിയാവണം സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ അയാളുടെ മനസ്സ് മാറി, വാക്കുമാറി. പക്ഷെ തന്നെ വിവാഹം കഴിക്കണമെന്ന് സുമതി നിർബന്ധവും തുടങ്ങി. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ അരുംകൊല. അതേക്കുറിച്ച് മാധവൻ ഉണ്ണിത്താൻ തന്നെ പറയും. 1953 ജനുവരി 27
ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. എനിക്കന്ന് 28-29 വയസ്സ് കാണും. സമയം രാത്രി 10 മണി. പാങ്ങോട്ട് മധുരദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്നു. ഉത്സവം കാണിക്കാന്ന് പറഞ്ഞാണ് രത്നാകരൻ തന്റെ അംബാസിഡർ കാറിൽ സുമതിയെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞാണ് അവളെ കൂട്ടി ഇറങ്ങിയതെന്നും ഒരു കഥയുണ്ട്. എന്തായാലും കുറച്ച് കാർ ദൂരം പിന്നിട്ടപ്പോൾ സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി. എന്നാൽ കാറ് പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പകരം നേരെ പാലോടേക്ക് തിരിഞ്ഞു. മൈമൂട് പാലത്തിന് സമീപം വനാതിർത്തിയിലെത്തിയപ്പോൾ കാറ് കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് ഇതിലെ കുറുക്കുവഴിയുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച സുമതി ഇവർക്കൊപ്പം നടന്നു. സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ കൊടുങ്കാട്ടിൽ അവളുടെ നിലവിളി ആര് കേൾക്കാൻ? മാധവനുണ്ണിത്താൻ ചോദിക്കുന്നു. അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചഴിച്ച് രത്നാകരനും കൂട്ടുകാരനും നടന്നു. പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റി. വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ് തിരിഞ്ഞു മറിഞ്ഞ് വീണ്ടും വീണ്ടും അവരുടെ അരികിലെത്തി. ദിശ തെറ്റിയ ഇരുവരും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് റോഡരികിലേക്കായിരുന്നു. കല്ലറ പാലോട് റോഡിൽ ഇപ്പോൾ സുമതിയെ കൊന്ന റോഡ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു അവരെത്തിയത്.